സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ്ലി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 52ാമത്തെ എപ്പിസോഡിലേക്ക് ഇൻട്രാഡേ ട്രേഡിംഗിനെ പറ്റി പഠിക്കുന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ മുഴുവൻ സീരീസിന് ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, നന്നായി തന്നെ പഠിക്കുക, നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. അതെ, ഞാൻ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഒന്നുകൂടി ഇൻട്രാഡേ ട്രേഡിംഗിന്റെ ടോപ്പിക്സിലേക്ക് കടക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഒരിക്കലും അതിനെ നിർത്തിയെന്ന് അർത്ഥമാകുന്നില്ല. നമ്മൾ ഇതുവരെ ചെയ്യാൻ മിസ്സായിട്ടുള്ള മുന്നിലേക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് തീർച്ചയായിട്ടും മുന്നിലേക്ക് പോകുന്നതാണ്. ഇൻട്രാഡേ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി നമ്മൾ തീർച്ചയായിട്ടും സ്ട്രോങ് ആക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർക്കറ്റ് ഡെപ്തിനെ പറ്റിയാണ്. നിങ്ങൾ ഇതുവരെ കുറെ അധികം റിക്വസ്റ്റ് ചെയ്ത, പ്രോബബ്ലി ഏറ്റവും ഹൈലി റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. മാർക്കറ്റ് ഡെപ്ത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നല്ല ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും, മാർക്കറ്റ് ഡെപ്തിനെ എങ്ങനെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ഡെപ്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻപുട്സ് കിട്ടും, ഇങ്ങനെ കുറെ ഡൗട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങളിൽ കുറെ അധികം ആൾക്കാരും ഓൾറെഡി ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, നന്നായി തന്നെ ട്രേഡ് ചെയ്ത് നല്ല പ്രോഫിറ്റ്സും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സ്വയം മാർക്കറ്റ് ഡെപ്ത് നോക്കാനും അതിനെ അനലൈസ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ രണ്ട് മേജർ ഡൗട്ട്സ് ആണ് ആൾക്കാർക്കുള്ളത്. ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾ പലപ്പോഴും ഒരു അസറ്റിന്റെ ടിക്കർ പ്രൈസിലേക്ക് നോക്കിയിട്ട് ഒരു ബൈ ഓർഡറോ ഒരു സെൽ ഓർഡറോ കൊടുക്കുന്നുണ്ടാകും. എന്നാൽ ആ ഓർഡർ എക്സിക്യൂട്ട് ആകുമ്പോൾ ആ ടിക്കർ പ്രൈസിലായിരിക്കില്ല അത് എക്സിക്യൂട്ട് ആയിട്ടുള്ളത്, എന്നാൽ അതിന് കുറച്ച് മുകളിലോ കുറച്ച് താഴെയോ ആയിരിക്കും എക്സിക്യൂട്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും പലർക്കും ഡൗട്ട് ഉണ്ട്. അത് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഡൗട്ട് എന്ന് പറയുന്നത്, നമ്മൾ മാർക്കറ്റ് ഡെപ്തിലേക്ക് നോക്കുമ്പോൾ അതിലൊരു ടോട്ടൽ ബൈയിങ് ക്വാണ്ടിറ്റിയും ടോട്ടൽ സെല്ലിംഗ് ക്വാണ്ടിറ്റിയും കാണാൻ പറ്റും. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ എത്ര ബൈ ഓർഡേഴ്സ് നിൽക്കുന്നുണ്ടെന്നും എത്ര സെൽ ഓർഡേഴ്സ് നിൽക്കുന്നുണ്ട് എന്നും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു അനാലിസിസ് വെച്ച് ഇതുവരെ ചിന്തിക്കുന്നത് ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും മനസ്സിലാക്കുമ്പോൾ മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയും മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഡിമാൻഡും സപ്ലൈയും മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഒരു അസറ്റ് എങ്ങോട്ട് നീങ്ങും, അതിന്റെ പ്രൈസ് എങ്ങോട്ട് മൂവ് ചെയ്യും എന്നുള്ളൊരു അനാലിസിസ് നമുക്ക് നടത്താമല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ വിശദമായിട്ടും വ്യക്തമായിട്ടും മാർക്കറ്റ് ഡെപ്ത് എന്താണ്, അതിനെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻപുട്സ് എടുക്കാം, അങ്ങനെ നമുക്ക് എങ്ങനെ ബെറ്റർ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പോകുന്നത്. വളരെ ഹൈലി അനലിറ്റിക്കൽ ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ ഒന്നും തന്നെ വീഡിയോയിലില്ല. പ്യുവർ ലോജിക്ക് മാത്രമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക. മാർക്കറ്റ് ഡെപ്തിനെ പറ്റി നന്നായി മനസ്സിലാക്കിക്കൊണ്ട് ബെറ്റർ ട്രേഡർ ആകാനായിട്ട് ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫണ്ട്ഫോളിയോ. മാർക്കറ്റ് ഡെപ്ത് എന്താണെന്നും അതിനെ എങ്ങനെ അനലൈസ് ചെയ്യാമെന്നും പഠിക്കുന്ന ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള പ്രസന്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്. അതായത് നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ടിക്കറിലുള്ള അതിന്റെ പ്രൈസ് നോക്കിയിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ആക്ച്വലി അത് എക്സിക്യൂട്ട് ആകുന്നത് ആ ഒരു എക്സാക്ട് പ്രൈസിലാകണമെന്നില്ല, അതിന്റെ കുറച്ച് മുകളിലോ താഴെയോ ആയിട്ടുള്ള ഒരു പ്രൈസിലായിരിക്കും ആ ഒരു മാർക്കറ്റ് ഓർഡർ പ്ലേസ് ആകുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ള ഡൗട്ട് കുറേ അധികം ആൾക്കാർക്ക് ഉള്ളതായി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഉത്തരവും തീർച്ചയായിട്ടും മാർക്കറ്റ് ഡെപ്ത് മനസ്സിലാക്കുന്നതിലൂടെയും അതിലൂടെ ബിഡ് ആസ്ക് പ്രൈസസ് മനസ്സിലാക്കുന്നതിലൂടെയും നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പൊ മുന്നിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ് മാർക്കറ്റ് ഡെപ്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് ഈ ഒരു പ്രസന്റേഷനിലൂടെ നോക്കുന്നതിനേക്കാളും എത്രയും നല്ലത് നമ്മൾ നമ്മുടെ ബ്രോക്കറിന്റെ ട്രേഡിംഗ് ടെർമിനലിൽ വന്നുകൊണ്ട് എങ്ങനെ മാർക്കറ്റ് ഡെപ്ത് നോക്കാമെന്നും അതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് മണപ്പുറത്തിന്റെ മാർക്കറ്റ് ഡെപ്ത് ഓപ്പൺ ചെയ്യാം. ആരോ ഒരാൾ പലപ്പോഴായിട്ട് വളരെ ഫണ്ണി ആയിട്ട് കമന്റ് ചെയ്യാറുണ്ട്, ഞാൻ മണപ്പുറത്തിന് തേച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിനൊരു പരിഹാരം എന്തായാലും ആക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മണപ്പുറം ഓൾറെഡി 130 ലെവൽസ് എല്ലാം കഴിഞ്ഞ് അതിമനോഹരമായിട്ട് തന്നെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻഫോ എന്ന് പറഞ്ഞ ഈ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെയാണ് അപ്സ്റ്റോക്സിൽ നമുക്ക് മാർക്കറ്റ് ഡെപ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ ഈസി ആയിട്ട് ഞാൻ വിൻഡോ തന്നെ കുറച്ച് സൂം ചെയ്താണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വളരെ കംപ്ലീറ്റ്ലി നമുക്ക് ഇവിടെ മാർക്കറ്റ് ഡെപ്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ മാർക്കറ്റ് ഡെപ്ത് ഓപ്പൺ ആയി വരുമ്പോൾ മുകളിൽ ഏതാണ് അസറ്റ്, അതിന്റെ കറന്റ് പ്രൈസ്, അതിന്റെ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്, ഇതിനെയാണ് ഇതിന്റെ ടിക്കർ പ്രൈസ് എന്ന് വിളിക്കുന്നത്, അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് ബൈയോ സെല്ലോ ചെയ്യാൻ പറ്റുന്നതാണ്. താഴോട്ട് വരുമ്പോഴാണ് ആക്ച്വൽ മാർക്കറ്റ് ഡെപ്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അപ്സ്റ്റോക്സിന്റെ പ്ലാറ്റ്ഫോമിൽ വളരെ മനോഹരമായിട്ട് ഇതിനെ രണ്ട് സെക്ഷൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് മാർക്കറ്റ് സ്റ്റാറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു അസറ്റിനെ പറ്റിയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് ഈ ഒരു സെക്ഷൻ നമ്മളെ സഹായിക്കുന്നു. താഴോട്ട് വരുമ്പോൾ ആക്ച്വൽ മാർക്കറ്റ് ഡെപ്ത് എന്ന സെക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ
നോക്കുകയാണെങ്കിൽ മണപ്പുറത്തിന്റെ ഓപ്പൺ ക്ലോസ് ഹൈ ലോ ഡീറ്റെയിൽസ് കിട്ടുകയാണ്. അപ്പോൾ ഹൈനെയും ലോനെയും പറ്റി സംസാരിക്കുകയാണെങ്കിൽ അപ്സ്റ്റോക്സിൽ ഇതിനെ പിക്ടോറിക്കലി കാണിക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഇവിടെ ഒരു റേഞ്ച് പോലെയും അതിനോടൊപ്പം തന്നെ ഈ ഒരു ആരോ കാണിക്കുന്നത് കറന്റ്ലി ഈ ലോവിന്റെയും ഹൈന്റെയും ഇടയിൽ ഏതൊരു പോയിന്റിലാണ് കറണ്ട് പ്രൈസ് നിൽക്കുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിവിടെ പിക്ടോറിക്കലി കാണിക്കുന്നതിലൂടെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നുണ്ട്. ഇതിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും മണപ്പുറത്തിന്റെ പ്രൈസ് ഇന്ന് എത്ര പോയിന്റ് നീങ്ങിയിട്ടുണ്ട്, അതിനിടയിൽ കറണ്ട് പ്രൈസ് ഏതൊരു പോയിന്റിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു ഗ്രാഫിലേക്ക് നോക്കാതെ തന്നെ മനസ്സിലാകും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ OHLC ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പർ സർക്യൂട്ട് ഇന്ന് ഏതൊരു പോയിന്റിൽ എത്തുമ്പോഴാണ് ഹിറ്റ് ആവുക, ലോവർ സർക്യൂട്ട് ഏതൊരു പോയിന്റിൽ എത്തുമ്പോഴാണ് ഹിറ്റ് ആവുക, ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും റിലേറ്റഡും നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റി വേറൊരു വീഡിയോ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ന് വോളിയം എത്ര ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ആവറേജ് ട്രേഡഡ് പ്രൈസും കിട്ടുന്നുണ്ട്. അതിനുശേഷം താഴോട്ട് വരികയാണെങ്കിൽ 52 വീക്സിലെ ലോവും ഹൈയും എത്രയാണെന്ന് ഇവിടെ എഗെയിൻ ഒരു സ്കെയിൽ പോലെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 52 വീക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് 74 രൂപ 25 പൈസയായിരുന്നു. ഏറ്റവും ഹയസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് 194 രൂപ 80 പൈസയായിരുന്നു. അപ്പോൾ ഈ ഒരു റേഞ്ചിനകത്ത് മണപ്പുറത്തിന്റെ പ്രൈസ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് എഗെയിൻ ഈ ഒരു ആരോ നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതിനെയും ഒക്കെ പലപ്പോഴും പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ട്രേഡിംഗിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സെക്ഷനിലൂടെ മണപ്പുറത്തിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു അസറ്റിനെ പറ്റി നമ്മൾ അറിയേണ്ട പല ഇമ്പോർട്ടന്റ് ഇൻഫർമേഷനും ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റുന്നു. ഇനിയാണ് നമ്മൾ മേജർ സ്ഥലമായ മാർക്കറ്റ് ഡെപ്തിലേക്ക് വരുന്നത്. മാർക്കറ്റ് ഡെപ്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറെ പ്രൈസ് ലെവൽസും കുറെ ക്വാണ്ടിറ്റിയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ലെഫ്റ്റിൽ നമ്മൾ കാണുന്നത് ബിഡ് പ്രൈസസ് ആണെന്നും റൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആസ്ക് പ്രൈസസ് ആണെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന ടോപ്പ് 5 ബിഡ് പ്രൈസസും ടോപ്പ് 5 ആസ്ക് പ്രൈസസും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓരോ പ്രൈസിനും കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ക്വാണ്ടിറ്റിയാണ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് കുറച്ചുകൂടി വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് തിരിച്ച് പ്രസന്റേഷനിലേക്ക് പോകാം. അത് മനസ്സിലായതിനു ശേഷം നമുക്ക് തിരിച്ച് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ കണ്ടതുപോലെ മാർക്കറ്റ് ഡെപ്തിൽ കാണിക്കുന്നത് ലേറ്റസ്റ്റ് 5 അൺഎക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് ആണ്. അത് ബൈ സൈഡിലെയും കാണിക്കുന്നുണ്ട്, സെൽ സൈഡിലെയും കാണിക്കുന്നുണ്ട്. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ നമ്മൾ കാണുന്നത് അൺഎക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് ആണ്. എക്സിക്യൂട്ട് ആകാൻ വേണ്ടി കാത്തു കിടക്കുന്ന ഓർഡേഴ്സ് ആണ്. അതായത് ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ 5 ബിഡ് പ്രൈസസും 5 ആസ്ക് പ്രൈസസ് അല്ല എങ്കിൽ ഓഫർ പ്രൈസസ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഒന്ന് മുന്നിലേക്ക് പോയിക്കൊണ്ട് നമുക്ക് എന്താണ് ബിഡ് പ്രൈസ് എന്നും എന്താണ് ആസ്ക് പ്രൈസ് എന്നും മനസ്സിലാക്കാം. ബിഡ് പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ ഓർഡേഴ്സ് ഫോർ ബൈയിങ് എന്നുള്ളതാണ്. ഇത് ഡിമാൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ആസ്ക് എന്ന് പറയുന്നത് അത് സെല്ല് ചെയ്യാനായിട്ട് കാത്തു കിടക്കുന്ന ഓർഡേഴ്സ് എന്നുള്ളതാണ്. ഇത് സപ്ലൈനെ റിപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ബിഡ് പ്രൈസുകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 133.4 എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്യാം. യെസ്, അപ്പൊ ഇവിടെ 133.45 എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസിൽ 464 ക്വാണ്ടിറ്റി വാങ്ങാനായിട്ട് ഒരാളുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ ഇത് റിയൽ ടൈമിൽ മാറിക്കൊണ്ടിരിക്കും. ബിഡ് പ്രൈസ് മാറുന്നതിനനുസരിച്ച്, അതായത് ബാക്ക് എൻഡിൽ നിന്നുകൊണ്ട് വാങ്ങാനായിട്ട് ആൾക്കാർ പുതിയ ഓർഡേഴ്സ് ഇടുന്നതിനനുസരിച്ച് ഇവിടെ പ്രൈസുകളും അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റികളും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സെക്ഷൻ പോപ്പുലേറ്റ് ആകുന്നത്, ഈ പ്രൈസസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ കഥ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ബാക്ക് എൻഡിൽ കുറേ അധികം ആൾക്കാർ പല ബ്രോക്കേഴ്സിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും നിരന്തരമായി പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ കുറച്ച് പേര് മാർക്കറ്റ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യും, കുറച്ച് പേര് ലിമിറ്റ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യും. ശരിയല്ലേ? മാർക്കറ്റ് ഓർഡർ എന്താണെന്നും ലിമിറ്റ് ഓർഡർ എന്താണെന്നും നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ചിലർ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അവരുടെ ഓർഡർ അപ്പൊ തന്നെ എക്സിക്യൂട്ട് ആകില്ല. മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴാണല്ലോ അപ്പൊ തന്നെ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുക. ഇനി അതല്ല ചെയ്യുന്നെങ്കിൽ, ഒരു ലിമിറ്റ് ഓർഡർ ആണ് പ്ലേസ് ചെയ്യുന്നെങ്കിൽ അത് എക്സിക്യൂട്ട് ആകാതെ അത് ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ ഒരാൾ ഒന്ന് ബൈ ചെയ്യാനായിട്ട് ഒരു ലിമിറ്റ് ഓർഡർ ആണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അയാൾ നോക്കി, ഇപ്പോൾ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് എന്ന് പറയുന്നത് 133.25 ആണ്. അപ്പോൾ അയാൾക്ക് തോന്നി 133 വാങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ട് 133 ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് എക്സിക്യൂട്ട് ആകാതെ അത് ഇവിടെ വന്ന് കിടക്കും. അതുപോലെ പല പ്രൈസിൽ പല ആൾക്കാർ പല സ്ഥലങ്ങളിൽ ഇരുന്ന് ലിമിറ്റ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നതാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഇത് ഇവിടെ വന്ന് എക്സിക്യൂട്ട് ആകാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇതിനൊരു ക്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 5 പ്രൈസസ് മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇതൊരു വളരെ വലിയ ക്യൂ ആണ്. താഴോട്ട് പോവുകയാണെങ്കിൽ കുറെ അധികം പ്രൈസസിലേക്ക് ഇത് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ പല സെല്ലേഴ്സ് പല സ്ഥലത്തിരുന്നു കൊണ്ട് പല ലിമിറ്റ് ഓർഡേഴ്സിൽ സെൽ ഓർഡേഴ്സ് ഇട്ടുവെക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ആസ്ക് പ്രൈസിന്റെ സെക്ഷൻ പോപ്പുലേറ്റ് ആകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബിഡ് പ്രൈസിൽ ഏറ്റവും ഹയസ്റ്റ് പ്രൈസിൽ ആരാണോ ബൈ ചെയ്യാൻ റെഡി ആയിട്ടുള്ളത് ആ ഹയസ്റ്റ് പ്രൈസ് ആണ് മുകളിൽ കാണുക. താഴോട്ട് പോകുമ്പോൾ പ്രൈസ് കുറഞ്ഞു പോകും. ശരിക്കും അത് തന്നെയല്ലേ ലോജിക്ക്? എല്ലാ ബയ്യർക്കും ഏറ്റവും കുറവ് പ്രൈസിൽ വാങ്ങണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പ്രൈസിൽ വാങ്ങാൻ തയ്യാറായിട്ടുള്ള
ആളെ മുകളിൽ കാണിക്കുകയാണെങ്കിൽ ഇതിനെ ഏറ്റവും ആദ്യം ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ശരിയാണല്ലോ. അതുപോലെ തന്നെ സെല്ലേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതൊരു സെല്ലറിനും ഏറ്റവും ഹയസ്റ്റ് പ്രൈസിൽ വിൽക്കണമെന്നായിരിക്കും ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവായിട്ടുള്ള സെല്ലിംഗ് പ്രൈസ്, ഏറ്റവും കുറവായിട്ടുള്ള ആസ്ക് പ്രൈസിനെ ഏറ്റവും മുകളിൽ കാണിക്കുന്നതിലൂടെ ബിഡ് പ്രൈസിനെയും ആസ്ക് പ്രൈസിനെ മാച്ച് ചെയ്യാൻ പറ്റും. അവിടെയാണ് ബിഡ് ആസ്ക് സ്പ്രെഡ് എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ബിഡ് പ്രൈസ് എന്താണെന്നും ആസ്ക് പ്രൈസ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹയസ്റ്റ് ബിഡ് പ്രൈസിന്റെയും ലോവസ്റ്റ് ആസ്ക് പ്രൈസിന്റെയും ഡിഫറൻസിനെയാണ് ബിഡ് ആസ്ക് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ നിങ്ങൾ ഇത് വായിച്ചു നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ബിഡ് ആസ്ക് സ്പ്രെഡ് ഇസ് ടിപ്പിക്കലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആസ്ക് പ്രൈസ് ആൻഡ് ബിഡ് പ്രൈസ് ഓഫ് എ സെക്യൂരിറ്റി. അപ്പോൾ അതിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനെ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് 133.55 ആണ്, ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത് 133.65 ആണ്. 0.1 റുപ്പീസിന്റെ ഒരു ഡിഫറൻസ് അവിടെ നിങ്ങൾക്ക് ഉള്ളതായി കാണാൻ പറ്റി. അപ്പോൾ അതൊരു ചെറിയ ഡിഫറൻസ് ആണ്. ചെറിയ ഡിഫറൻസ് ആയതുകൊണ്ട് ഇതൊരു ഹൈലി ലിക്വിഡ് അസറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ഇതിൽ ട്രേഡ്സ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് എക്സിക്യൂട്ട് ആയി പോകും. എന്നാൽ ചില അസറ്റ്സിന്റെ കേസിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വളരെ വൈഡ് ആയിരിക്കും. ബിഡ് ആസ്ക് സ്പ്രെഡ് വളരെ വലുതായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ വളരെ വലിയൊരു ബിഡ് ആസ്ക് സ്പ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആവില്ല. അതിനർത്ഥം അവിടെ ലിക്വിഡിറ്റി കുറവാണ് എന്നുള്ളതാണ്. ഇതിന്റെ കേസിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഓർഡേഴ്സ് വന്ന് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈലി ലിക്വിഡ് അസറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു ഹൈലി ലിക്വിഡ് അല്ലാത്തൊരു അസറ്റിലേക്ക് നോക്കിയിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കാം. ടാറ്റ കെമിക്കലിന് തന്നെ ജൂലൈയിൽ എക്സ്പയർ ചെയ്യുന്ന ഫ്യൂച്ചേഴ്സിന്റെ മാർക്കറ്റ് ഡെപ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെയാണ് ഞാൻ ബിഡ് ആസ്ക് സ്പ്രെഡിന്റെ വളരെയധികം ഇമ്പോർട്ടൻസിനെ പറ്റി സംസാരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിയർലി 4 രൂപയുടെ വ്യത്യാസമാണ് ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും തമ്മിൽ കാണാൻ പറ്റുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ പെട്ടെന്ന് പ്രൈസസ് മാറുന്നുമില്ല. ഇതൊരു ലിക്വിഡിറ്റി കുറവായിട്ടുള്ള ഒരു അസറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. അതായത് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഒരു മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് 306.75 രൂപയിലായിരിക്കും എക്സിക്യൂട്ട് ആവുക. നിങ്ങളുടെ ബൈ പ്രൈസ് 306.75 ആയിരിക്കും. അതിനുശേഷം കുറച്ചു നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വിൽക്കാൻ നോക്കുകയാണെങ്കിലും ഇവിടെ ബിഡ് പ്രൈസ് അവൈലബിൾ 302.75 ആയതുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നത് 302.75 അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു നഷ്ടമാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാം റെലവൻസ് മുന്നിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ബിഡ് ആസ്ക് സ്പ്രെഡ് എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അത് ഉപയോഗിച്ചുകൊണ്ട് കണ്ടോ മാർക്കറ്റ് ലിക്വിഡിറ്റി എങ്ങനെ മനസ്സിലാക്കാമെന്നും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ഉണ്ട്. അതായത് മാർക്കറ്റ് ഓർഡേഴ്സ് എന്ന് പറയുന്ന സംഭവം നമ്മൾ എപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നോ അപ്പോൾ തന്നെ എക്സിക്യൂട്ട് ആകും, ഇമ്മീഡിയറ്റ്ലി എക്സിക്യൂട്ട് ആകുമെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതായത് മാർക്കറ്റിൽ നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ബിഡ് പ്രൈസ് എന്താണോ ആസ്ക് പ്രൈസ് എന്താണോ നോക്കിയിട്ട് അത് അപ്പോൾ തന്നെ എക്സിക്യൂട്ട് ആകും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഓർഡേഴ്സ് എന്നൊക്കെ പറയുന്നത് ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചുകൊണ്ട് ആൾക്കാരെ എൻറ്റർ ചെയ്തതാണ്. മാർക്കറ്റ് ഓർഡർ അപ്പോൾ തന്നെ എക്സിക്യൂട്ട് ആകും. അപ്പോൾ മാർക്കറ്റ് ഓർഡർ എങ്ങനെയാണ് എക്സിക്യൂട്ട് ആവുക? അപ്പോൾ ഇവിടെ മണപ്പുറം, നമുക്ക് ഒന്നുകൂടി മണപ്പുറത്തിന് എടുക്കാം. അപ്പോൾ മണപ്പുറത്തിന് എടുക്കുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് ഡെപ്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ പ്രൈസുകൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മണപ്പുറത്തിന്റെ കേസിൽ നമ്മൾ എടുത്തുകൊണ്ട് ഒരു മാർക്കറ്റ് ഓർഡർ ആയിട്ട് ഒരു ബൈ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന പ്രൈസ് 133.45 ആണ്. പക്ഷെ അത് എക്സിക്യൂട്ട് ആവുക ഏറ്റവും ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ആദ്യത്തെ ആസ്ക് പ്രൈസിലായിരിക്കും. ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന പ്രൈസ് 133.4 ആണ്. ഇതേ മൊമെന്റിൽ ഞാനൊരു മാർക്കറ്റ് ഓർഡർ ബൈ ചെയ്യാനായിട്ട് കൊടുക്കുകയാണെങ്കിൽ താഴെ പക്ഷെ അത് എക്സിക്യൂട്ട് ആകുന്നത് 133.45 കാരണം അതാണ് ഏറ്റവും ആദ്യം അവൈലബിൾ ആയിട്ടുള്ള ആസ്ക് പ്രൈസ്. നമ്മളൊരു മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഇതാണ് സംഭവിക്കുക. ഇതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ഇവിടെ ഈ ഒരു പ്രൈസ് നോക്കിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രൈസിൽ തന്നെ അത് എക്സിക്യൂട്ട് ആകാത്തത്. ഒന്നുകൂടി പറയുകയാണ്, ഇത് മാർക്കറ്റ് ഓർഡറിന്റെ കേസിലാണ് സംഭവിക്കുക. ലിമിറ്റ് ഓർഡറിന്റെ കേസിലാണെങ്കിലോ അത് ഇവിടെ വന്നിട്ട് എക്സിക്യൂട്ട് ആകാനായിട്ട് കാത്തു കെട്ടി കിടക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് സെല്ലാണ് ചെയ്യേണ്ടെങ്കിലോ നിങ്ങൾ ഇവിടെ ഈ പ്രൈസ് നോക്കിയിട്ട് 133.6 പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സെല്ലിലേക്ക് എൻറ്റർ ചെയ്യണമെന്നോ വിചാരിച്ചിട്ട് നിങ്ങൾ എൻറ്റർ ചെയ്യുകയാണ്. പക്ഷെ ആ ഒരു സെൽ ഓർഡർ എക്സിക്യൂട്ട് ആകുന്നത് 133.65 ആയിരിക്കും. കാരണം അതാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ബിഡ് പ്രൈസ്. അപ്പോൾ അഗൈൻ മാർക്കറ്റ് ഓർഡറും ലിമിറ്റ് ഓർഡറും തമ്മിലുള്ള വ്യത്യാസവും മാർക്കറ്റ് ഓർഡർ പ്ലേസ് ആകുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ കാണുന്ന പ്രൈസിൽ എക്സിക്യൂട്ട് ആകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങളുടെ അടുത്ത ഡൗട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ടോട്ടൽ ബൈയിങ് ക്വാണ്ടിറ്റിയും ടോട്ടൽ സെല്ലിംഗ് ക്വാണ്ടിറ്റിയും നോക്കിയിട്ട് പ്രൈസ് എങ്ങോട്ട് പോകും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാം. മാർക്കറ്റ് ഡെപ്തിൽ താഴോട്ട് വരുമ്പോൾ ഇവിടെ ടോട്ടൽ ബൈയിങ് ക്വാണ്ടിറ്റിയും ടോട്ടൽ സെല്ലിംഗ് ക്വാണ്ടിറ്റിയും ഉള്ളതായി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ടോട്ടൽ ബൈയിങ് ക്വാണ്ടിറ്റി? അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ ബൈയിങ് ഓർഡേഴ്സിന്റെ ക്വാണ്ടിറ്റീസിന്റെ സമ്മിനെയാണ് ടോട്ടൽ ബൈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സിക്യൂട്ട് ആകാൻ കാത്തു കിടക്കുന്ന എല്ലാ സെൽ ഓർഡേഴ്സിന്റെ ക്വാണ്ടിറ്റിന്റെ സമ്മിനെയാണ് ടോട്ടൽ സെൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാധാരണയായും പലരും ചെയ്യുന്ന അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 10,74,000 ആണല്ലോ ടോട്ടൽ ബൈ ക്വാണ്ടിറ്റി ഉള്ളത്, 12,90,000 ടോട്ടൽ സെൽ ക്വാണ്ടിറ്റിയും ഉണ്ട്. അപ്പോൾ ഇവിടെ സെല്ലേഴ്സ് ആണല്ലോ കൂടുതൽ, സെല്ലിംഗ് ക്വാണ്ടിറ്റി ആണല്ലോ കൂടുതൽ. സെല്ലേഴ്സ്
കൂടുമ്പോൾ പ്രൈസ് താഴോട്ട് പോകുമെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനാലിസിസ് നടത്തിക്കൊണ്ട് ഇവിടെ സെല്ലിംഗ് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ പ്രൈസ് താഴോട്ട് പോകുമെന്നും ബൈയിങ് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകുമെന്നും ഒരു അനാലിസിസ് പലരും നടത്താറുണ്ട്. എന്നാൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ തന്നെ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സെല്ലിംഗ് ക്വാണ്ടിറ്റി കൂടുതലാണ്, എന്നാൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കലും ടോട്ടൽ ബൈയിങ് ക്വാണ്ടിറ്റിയിലേക്കോ ടോട്ടൽ സെൽ ക്വാണ്ടിറ്റിയിലേക്കോ നോക്കിയിട്ട് പ്രൈസ് എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് ഒരു അനാലിസിസ് നടത്താൻ പറ്റില്ല. നോ എന്നുള്ളത് തന്നെയാണ് ഉത്തരം. അതെന്തുകൊണ്ടാണ്? കാരണം TBQ എന്ന് പറയുന്നതും TSQ എന്ന് പറയുന്നതും അത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് അൺഎക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് ആണ്. അതായത് എക്സിക്യൂട്ട് ആകാതെ കാത്തു കിടക്കുന്ന ഓർഡേഴ്സിനെ മാത്രമാണ് അത് കാണിക്കുന്നത്, അല്ലാതെ ബൈയിങ് ഇൻട്രസ്റ്റോ സെല്ലിംഗ് ഇൻട്രസ്റ്റോ അതിന് കാണിക്കുന്നില്ല. അപ്പോൾ അത് അൺഎക്സിക്യൂട്ടഡ് ഓർഡേഴ്സിന്റെ നമ്പർ ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം അത് ഡിമാൻഡിനെയും സപ്ലൈയെയും ഉദ്ദേശിക്കുന്നില്ല. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചതുപോലെ ഈ TBQയിലും TSQയിലും മാർക്കറ്റ് ഓർഡേഴ്സ് ഇൻക്ലൂഡ് ആയിട്ട് തന്നെയില്ല. നമുക്കറിയാം മാർക്കറ്റിൽ കുറേ അധികം ആൾക്കാരും ലിമിറ്റ് ഓർഡേഴ്സ് അല്ല, പലരും മാർക്കറ്റ് ഓർഡേഴ്സ് വെച്ചാണ് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓർഡേഴ്സിനെ ഈ ഒരു നമ്പറിലേക്ക് ഇവർ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് പോലുമില്ല. അപ്പോൾ മാർക്കറ്റ് ഓർഡേഴ്സിന്റെ ആ നമ്പർ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാതെ ഒരിക്കലും പ്രൈസ് എങ്ങോട്ട് പോകുമെന്നുള്ള അനാലിസിസിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ക്യൂരിയസ് കേസ് ഓഫ് ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. നമ്മൾ ഓർഡേഴ്സ് എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ള വീഡിയോയിൽ കണ്ടതാണ്. പല ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോഴും നമുക്ക് ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി എത്ര കാണിക്കണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ കാണുന്നതിനെയാണ് ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ഒരു വളരെ വലിയ ക്വാണ്ടിറ്റി ഒക്കെ വരികയാണെങ്കിൽ പലപ്പോഴും മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, ഇതിലേക്ക് നോക്കുന്ന പാർട്ടിസിപ്പൻസ് എല്ലാം ഒന്ന് പാനിക് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി എന്നുള്ള ഫീച്ചർ തരുന്നുണ്ട്. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് അത് കാണിക്കാൻ പറ്റുന്നതാണ്. ഇതിനെപ്പറ്റി ഓൾറെഡി ഓർഡേഴ്സിന്റെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി എന്നുള്ള ഒരു വിഷയം വരുന്നത് കൊണ്ട് എഗെയിൻ TBQയും TSQയും ഒരു വളരെ വ്യക്തമായിട്ടുള്ള അനാലിസിസ് ടൂൾ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനോടൊപ്പം തന്നെ ഈ അൺഎക്സിക്യൂട്ടഡ് ഓർഡേഴ്സിന്റെ കൂട്ടത്തിൽ കുറേ അധികം സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സും ടാർഗറ്റ് ഓർഡേഴ്സും എല്ലാം ഉണ്ടാകും. നമുക്കറിയാം സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഓർഡേഴ്സും നമുക്ക് ലിമിറ്റ് ഓർഡേഴ്സ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് എക്സിക്യൂട്ട് ആകാൻ വേണ്ടി കാത്തു കിടക്കുന്ന ഓർഡേഴ്സ് ആണ്, ശരിയല്ലേ? അപ്പോൾ അതിനെയും TBQയിലേക്കും TSQയിലേക്കും കണക്കാക്കാൻ പറ്റും. അപ്പോൾ അതൊരിക്കലും ഒരു അസറ്റിന്റെ ഡിമാൻഡോ സപ്ലൈയോ തീരുമാനിക്കുന്ന കാര്യമല്ല. എന്നാൽ ഓൾറെഡി ഉള്ള ഒരു ഓർഡറിൽ നിന്ന് എക്സിറ്റ് ആകാൻ വേണ്ടി കാത്തു കിടക്കുന്ന ഓർഡേഴ്സ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അഗൈൻ TBQയിൽ നിന്നും TSQയിൽ നിന്നും അങ്ങനെ ഒരു അനാലിസിസ് നമുക്ക് നടത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ആസ്പിറേഷണൽ വെയിറ്റിംഗ് ഓർഡേഴ്സ് എന്നുള്ളതാണ്. അതായത് പല കേസിലും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഒക്കെ അവരുടെ വലിയ വലിയ ഓർഡേഴ്സ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൈസ് പോയിന്റ്സിൽ ഇട്ടുവെക്കും. ആ ഒരു പ്രൈസിലേക്ക് ഇൻ കേസ് എങ്ങാനും വരികയാണ് എങ്കിൽ അത് എക്സിക്യൂട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ സാധ്യതയില്ലാത്ത കാര്യമാണെന്ന് അവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ആ ഓർഡേഴ്സും എല്ലാം TBQയിലും TSQയിലേക്കും കണക്കാക്കുന്നു എന്നുള്ളത് കൊണ്ട് എഗെയിൻ TBQയും TSQയും പ്രൈസ് ഇമ്മീഡിയറ്റ്ലി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ ക്വാണ്ടിറ്റി കാണിക്കുന്നത് അൺഎക്സിക്യൂട്ടഡ് ലിമിറ്റ് ഓർഡേഴ്സിനെ മാത്രമാണ്. അതിൽ ഇങ്ങനെ പല കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ആയിരിക്കുന്നത് കൊണ്ട് TBQയും TSQയും നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും പ്രൈസ് എങ്ങോട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് ഡൗട്ട്സ് നിങ്ങളുടെ മെയിൻലി കവർ ആയ സ്ഥിതിക്ക് ഇനി അവസാനമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചോദ്യം, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ മാർക്കറ്റ് ഡെപ്ത് ശരിക്കും എന്തിനാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് മാർക്കറ്റ് ഡെപ്തിന്റെ ആപ്ലിക്കേഷൻ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അതായത് മാർക്കറ്റ് ഡെപ്ത് ഒരു അസറ്റിന്റെ ലിക്വിഡിറ്റിനെ കാണിക്കാൻ സഹായിക്കുന്നു. അതായത് മാർക്കറ്റ് ഡെപ്തിൽ പെട്ടെന്ന് തന്നെ കുറെ ഓർഡേഴ്സ് വരുന്നുണ്ട് എങ്കിൽ, ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും പെട്ടെന്ന് മാറുന്നുണ്ടെങ്കിൽ, ഹൈ വോളിയം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് ലിക്വിഡിറ്റി വളരെ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ലിക്വിഡിറ്റി കൂടുതലുള്ള അസറ്റ്സിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ടെൻഷൻ അടിക്കാതെ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഡെപ്ത് ഒരു ചെറിയ പരിധി വരെ ഡിമാൻഡും സപ്ലൈയും മനസ്സിലാക്കാൻ നമ്മൾ സഹായിക്കും. ഒന്നുകൂടി ഞാൻ അവിടെ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, ഒരു ചെറിയ പരിധി വരെ ഡിമാൻഡും സപ്ലൈയും മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അതായത് ഞാനിവിടെ നിഫ്റ്റി ഫ്യൂച്ചേഴ്സിന്റെ മാർക്കറ്റ് ഡെപ്ത് ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടതുപോലെ ബിഡ് പ്രൈസസും ആസ്ക് പ്രൈസും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബിഡ് പ്രൈസുകൾ തമ്മിൽ ഏറെക്കുറെ നല്ലൊരു വ്യത്യാസം വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഈ ഒരു വ്യത്യാസം കുറഞ്ഞുകൊണ്ട് എല്ലാ ബിഡ് പ്രൈസും 9915 അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ നമുക്ക് കാണാൻ പറ്റും ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് കാണാൻ പറ്റും. ഇനി അതല്ല എങ്കിൽ ആസ്ക് പ്രൈസ് കുറഞ്ഞുകൊണ്ട് അതും ഈ 9916ന്റെ അടുത്ത് തന്നെ എല്ലാ ആസ്ക് പ്രൈസസും വന്ന് നിൽക്കുകയാണെങ്കിൽ, ചെറിയ പ്രൈസ് വ്യത്യാസങ്ങളിൽ തന്നെ ആസ്ക് പ്രൈസ് വന്ന് നിൽക്കുകയാണെങ്കിൽ അവിടെ ഡിമാൻഡ് കൂടുന്നതായിട്ടോ അല്ലെങ്കിൽ സപ്ലൈ കൂടുന്നതായിട്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയാണ് ആക്ച്വലി സീറോദയുടെ ഒരു സ്പെഷ്യൽ ഫീച്ചറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് സീറോദയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഡെപ്ത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ 5 ബിഡ്സും 5 ഓഫേഴ്സും മാത്രമല്ല കാണാൻ പറ്റുന്നത്. സീറോദയുടെ ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് വ്യൂ 20
ഡെപ്ത് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള 20 ബിഡ് പ്രൈസസും ഓഫർ പ്രൈസസും നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പൊ ഇതിനെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് എല്ലാ ബിഡ് പ്രൈസും ഒരു വളരെ ചെറിയ പ്രൈസ് റേഞ്ചിൽ തന്നെ കൺസോളിഡേറ്റ് ആവുകയാണെങ്കിൽ, തിങ്ങി കൂടുകയാണെങ്കിൽ ഒരു ഡിമാൻഡ് ജനറേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടി പറയുകയാണ്, ഇത് ലോങ് ടേമിലേക്കുള്ള ഡിമാൻഡിനെ ഒന്നുമല്ല കാണിക്കുന്നത്, എന്നാൽ പെട്ടെന്നായിട്ട് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു സ്പൈക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ആദ്യം കണ്ടതുപോലെ OHLC ഡീറ്റെയിൽസും 52 വീക്സ് ഹൈ ലോ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. നാലാമത്തെ പോയിന്റ്, നമ്മൾ മാർക്കറ്റ് ഓർഡറിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഒരു പുതിയ ഓർഡറിലേക്ക് എൻറ്റർ ചെയ്യുകയാണെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് ഓർഡറിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിലും ഒരു മാർക്കറ്റ് ഓർഡർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാർക്കറ്റ് ഡെപ്ത് ചെക്ക് ചെയ്തുകൊണ്ട് ആ ഓർഡർ പ്ലേസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഡെപ്തിൽ നമുക്ക് വേണ്ട ഒരു പ്രൈസ് ലെവലിലേക്ക് ബിഡ് പ്രൈസോ ആസ്ക് പ്രൈസോ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ മാർക്കറ്റ് ഓർഡർ പെട്ടെന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏറെക്കുറെ നമുക്ക് വേണ്ട ഒരു പ്രൈസിനെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ ഒരു കൺസേൺ ഉള്ളത് സ്കാൽപ്പേഴ്സിനെയാണ്. അപ്പൊ സ്കാൽപ്പേഴ്സ് എന്താണെന്ന് നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതായത് പെട്ടെന്ന് തന്നെ ഒരു പൊസിഷനിലേക്ക് എൻറ്റർ ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു ചെറിയ പ്രൈസ് വ്യത്യാസത്തിൽ തന്നെ വളരെ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുന്നവരാണ് സ്കാൽപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്കാൽപ്പേഴ്സിന്റെ കേസിൽ പലപ്പോഴും സ്കാൽപ്പേഴ്സ് ഉപയോഗിക്കുന്നത് മാർക്കറ്റ് ഓർഡർ ആയിരിക്കും. അപ്പൊ ഈ ചെറിയ പ്രൈസ് മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാനായിട്ട് സ്കാൽപ്പേഴ്സ് എൻറ്റർ ചെയ്യുമ്പോൾ അവിടെ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ബിഡ് പ്രൈസിലോ ആസ്ക് പ്രൈസിലോ ആയിരിക്കും അവരുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ ഉദ്ദേശിച്ച ഒരു ലാഭം അവർക്ക് കിട്ടാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഡെപ്തിലേക്ക് നന്നായി നോക്കിക്കൊണ്ട് അവർക്ക് റെലവന്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ലെവൽ കാണുമ്പോൾ അവർക്ക് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളൊരു വളരെ വലിയ ക്വാണ്ടിറ്റിയിലുള്ള ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവിടെയും നിങ്ങൾ മാർക്കറ്റ് ഡെപ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ടാറ്റ കെമിക്കലിന്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ നിങ്ങൾ മാർക്കറ്റ് ഡെപ്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഒരു സെൽ ഓർഡർ ആണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളൊരു വളരെ വലിയ ക്വാണ്ടിറ്റിയുടെ ഒരു 50,000 ക്വാണ്ടിറ്റിയുടെ ഒരു സെൽ ഓർഡർ നിങ്ങൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്ന പ്രൈസ് 306.75 ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 50,000 ക്വാണ്ടിറ്റിയും സെല്ലാക്കാൻ പറ്റുക 306.75 വിചാരിക്കും. എന്നാൽ നിങ്ങൾ മാർക്കറ്റ് ഡെപ്ത് തുറക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാക്കുക ഇവിടെ ഏറ്റവും ആദ്യമായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് തന്നെ 302.7 ആണ്. അതും വെറും 2000 ക്വാണ്ടിറ്റി മാത്രമാണ്. താഴോട്ട് വരുമ്പോൾ 302.4 2000 ക്വാണ്ടിറ്റി വരുന്നു. പിന്നീട് താഴോട്ട് വരുമ്പോൾ പ്രൈസ് പിന്നെയും താഴെ വരികയാണ്. ഏറ്റവും താഴെ വരികയാണെങ്കിൽ വലിയ ക്വാണ്ടിറ്റി ഉള്ളത് 290 രൂപ 45 പൈസയിലാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 50,000 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഈ 2000 ക്വാണ്ടിറ്റി നിങ്ങൾ വാങ്ങും, അതിനുശേഷം ഈ 2000 ക്വാണ്ടിറ്റി വാങ്ങും, അതിനുശേഷം ഈ 2000 ക്വാണ്ടിറ്റി, അതിനുശേഷം ഈ 2000 ക്വാണ്ടിറ്റി, അവസാനം ബാക്കി നിങ്ങൾക്ക് വേണ്ട 42,000 ക്വാണ്ടിറ്റി എടുക്കുന്നത് ഈ ഒരു ഓർഡറിൽ നിന്നാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിയർലി ഒരു 290 292 ആയിരിക്കും. പക്ഷെ നിങ്ങൾ സെല്ല് ചെയ്ത് ഈ ഒരു പ്രൈസ് കണ്ടിട്ടാണ്. പക്ഷെ അത് എക്സിക്യൂട്ട് ആയി വന്നപ്പോൾ നിങ്ങളുടെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് വെറും 292 ആയി പോയി. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു മൂവ്മെന്റ് കിട്ടുകയും നിങ്ങൾ ഉദ്ദേശിച്ച ലാഭവും നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓർഡർ ഒക്കെ നിങ്ങൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഡെപ്തിലേക്ക് നോക്കേണ്ടതുണ്ട്. മാർക്കറ്റ് ഡെപ്തിന്റെ യൂസിനെ പറ്റി മനസ്സിലാക്കുന്ന ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടന്റ് പ്രൈസ് ലെവൽസിനെ വാലിഡേറ്റ് ചെയ്യാനായിട്ട്, കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് മാർക്കറ്റ് ഡെപ്ത് ഉപയോഗിക്കാം. അതായത് നമുക്കറിയാം ഒരു സ്പെസിഫിക് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു അസറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലാണെന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു പ്രൈസിലേക്ക് എത്തുമ്പോൾ ആ ഒരു പ്രൈസിൽ തന്നെ കുറേ അധികം ബൈ ഓർഡേഴ്സോ അല്ലെങ്കിൽ കുറേ അധികം സെൽ ഓർഡേഴ്സോ വരുന്നത് കാണുകയാണെങ്കിൽ അതൊരു ഇമ്പോർട്ടന്റ് പ്രൈസ് ലെവൽ ആണ് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ, വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു ഉപകാരമുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാണുന്ന ഈ കാര്യങ്ങളാണ് നമുക്ക് മാർക്കറ്റ് ഡെപ്തിന്റെ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാർക്കറ്റ് ഡെപ്തിനെ നമുക്ക് ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കാം. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ TBQയും TSQയും എല്ലാം നോക്കിക്കൊണ്ട് ഒരിക്കലും ഒരു അസറ്റിന്റെ പ്രൈസ് എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. മാർക്കറ്റ് ഡെപ്ത് എന്താണെന്നും അതിനെ എങ്ങനെ അനലൈസ് ചെയ്യാമെന്നും അതിനെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്ത് തന്നെ ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തെ പോലെയും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയാറുള്ളത് പോലെ മാക്സിമം ആൾക്കാരെ നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്, ഒരുമിച്ച് വളരാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.